അയ്യോ ഏയ് വിഷ്ണു, വിഷ്ണു എന്താ ഇവിടെ? ഞാൻ പുല്ല് പൂവ് അല്ല ഫ്രണ്ടിനെ കാണാൻ വന്ന. ഓ, വണ്ടിയുണ്ടോ? ആ വർക്ക്ഷോപ്പിലാ. വിരോധമില്ലെങ്കിൽ എന്റെ വണ്ടിയിൽ വരാം. വിഷ്ണു, എനിക്ക് തൽക്കാലം ആവശ്യം ഒരു ഡ്രൈവറെയാ. ശരി. ഇവിടെ എവിടെയാ വിഷ്ണുവിന്റെ കാർ കിടക്കുന്ന വർക്ക്ഷോപ്പ്? അത് ഇവിടുന്ന് ലെഫ്റ്റിലുള്ള കാർ ക്രാഫ്റ്റ് വർക്ക്ഷോപ്പില്ലേ, അവിടെ. ചിലര് കാർ വർക്ക്ഷോപ്പിലാണെങ്കിലും അങ്ങനെ പറയില്ല. ഓട്ടോയിൽ പോയാലും ലിഫ്റ്റ് കൊടുത്താ കേറുകയില്ല. പക്ഷെ വിഷ്ണു അങ്ങനെയല്ല, ഉള്ള കാര്യം അതുപോലെ തുറന്നു പറഞ്ഞല്ലോ. ആദ്യം എനിക്കങ്ങനെ പറയാൻ കുറച്ച് ചമ്മലുണ്ടായിരുന്നു. എങ്ങനെ പറയാൻ? വണ്ടി വർക്ക്ഷോപ്പിലാണെന്ന്. അതെ, അതാ ഞാൻ പറഞ്ഞത്. താങ്കളുടെ സത്യസന്ധതയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സൗഹൃദം എന്നും സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നുണ പറയുന്നവരെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ഓക്കെ, ഞാൻ അവിടെ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ, ബൈ. ബാക്കി ചോദിക്കുമ്പോ പൂച്ച തട്ടിയിട്ട് നക്കി കുടിച്ചെന്ന് പറയാം. സർക്കസ് ഒക്കെ മതി മതി, വാ വന്ന് ചെലുത്ത്. സർക്കസ് അല്ല കസറത്ത്. പിന്നെ ഞാനൊന്നും തൊടാറില്ല. അയ്യോ, ഒന്നും തൊടാതെ അടിക്കരുത്, കരൾ അവിഞ്ഞു പോവും. അയ്യോ, പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ മദ്യവെക്കാറില്ല. ഓ, എന്നോട് മറ്റൊരു കാര്യത്തിലും ഇല്ലാത്ത ബഹുമാനം ഇക്കാര്യത്തിലും വേണ്ട. ഞാൻ കുടിക്കില്ലാന്ന് പറഞ്ഞില്ലേ? ദൈവമേ, ആദ്യത്തെ വെടിക്കുറ്റി തന്നെ മഴവെള്ളം വീണോ? ചീറ്റി പോവൂ. കൊളുത്തി നോക്കാം. ഈ കോഴി പൊരിച്ചത് മുട്ട പൊടിക്കുന്നത് കഴിച്ചേ. ഓ, ഇനി ശേഖരമാമ എടുത്തു വന്നാലേ കഴിക്കൂ. നിന്റെ ബോഡീസ് ഒക്കെ ഒന്ന് നന്നായിട്ട് പെരുവട്ടെ. ഇനി എന്റെ കൂടെ താമസിച്ച് പുന്നാര മോന്റെ ശരീരം മെലിഞ്ഞു പോയിന്ന് പെങ്ങളോളയാനും പരാതി പറയണ്ട. ദാ, നീ ഖരം കഴിക്ക്, ഞാൻ ദ്രവം കഴിക്കാം. നിന്നെ കുപ്പിയിലിറക്കി കോർക്കിട്ടിറച്ച് കടലിൽ എറിഞ്ഞില്ലെങ്കിൽ ഞാൻ ശേഖരനല്ലടാ പൊന്നു മോനെ. നിങ്ങൾ അരച്ച് കലക്കി ചാമ്പലാക്കിയില്ലെങ്കിൽ ഈ ഞാൻ വിനു അല്ല, എന്റെ പൊന്നമ്മാവോ. നീ എങ്ങനെ ന്യൂസ് റീഡർ ഒപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ചു. അപ്പൊ നിങ്ങൾ തമ്മിൽ ലവ്വാ? അതെ, ലവ്വാ. അമ്മാവൻ അവളുടെ ഫ്ലാറ്റിന്റെ ചാവി ഇങ്ങതാ. നിനക്ക് അവളോട് ചോദിച്ചു വാച്ചാ പോരെ? നിങ്ങൾ തമ്മിൽ ലവ്വല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട്? അത് ഞാനിവിടെ താമസിക്കുന്ന കാര്യം അവളറിയാൻ പാടില്ല. ഒന്നുമല്ല, എങ്കിലും പറയണ്ട. ചാവി തരാൻ പറ്റുമല്ലോ? ഇപ്പൊ തരാൻ പറ്റില്ല. ഇപ്പൊ തരാൻ പറ്റില്ല. എന്നാ ഞാനിപ്പോ പറയാം. എന്റെ അകത്തോട്ട് കയറിപ്പോയത് അനക്കോണ്ടാസായി പോയല്ലോ. അവളുടെ ഫ്ലാറ്റ് എവൻ താമസിക്കുന്നത് അവൾ അറിയാൻ പാടില്ല. ഇതിലെന്തോ ഗുണാൾട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇതാണ് അവന്റെ പണി. ദൈവമേ, ആ കാലിന് സ്വാധീനമില്ലാത്ത പെങ്കൊച്ചിനെ പോലെ ഇവൻ വെറുതെ വിടുന്നില്ല. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവൻ മിടുക്കനും ഞാൻ ഊളനും ആവും. ഇവനാള് ശരിയല്ലല്ലോ. അയ്യോ, ഇതിന് ലവ് ആണോ? അതെന്തെങ്കിലാവട്ടെ, അമ്മാവനിപ്പോ എന്താ വേണ്ടത്? ഈ പാഴ്സൺ അപ്പാർട്ട്മെന്റ്സിന്റെ ഉത്തരവാദിത്വപ്പെട്ട സെക്യൂരിറ്റി ഓഫീസർ എന്ന നിലയിൽ നീ ചെയ്യുന്ന എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഞാൻ അറിയണം. ഞാൻ ഈ ബൈനാക്കുറിലൂടെ നോക്കുന്നത് ദൂരെയുള്ളത് അടുത്ത് കാണാം. അപ്രകാരം അടുപ്പിച്ച് കാണുന്ന എന്റെ ഉദ്ദേശം പ്രത്യേകിച്ചൊന്നുമില്ല. നീ ഫ്ലാറ്റിൽ താമസിക്കുന്ന സുന്ദരികളായ പെമ്പിളരെ വഴിതെറ്റിക്കാനല്ലേ നീ കുന്നോട്ടം പോയി നോക്കുന്ന? അങ്ങനെയാണെങ്കിൽ എന്റെ പണി പോവും. എന്റെ പണി തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു തുടക്കം മാത്രം. പുസ്തകം നടക്കുന്നു. ആരാ പുസ്തകത്തിന്റെ പിന്നില്?
അക്ഷരജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണോ ജ്യേഷ്ഠ പുസ്തകം കൊണ്ട് മുഖം മറച്ചത്? അല്ല, ഈ ജ്ഞാനേശ്വരന്റെ മുഖം കാണണ്ടെന്ന് കരുതി മറച്ചതാ. ദാ വായിച്ച് വായിച്ച് ജ്ഞാനം വളർത്തും. എന്ത്? ആംഗലേയ പത്രം കൊണ്ടാണോ മലയാള പുസ്തകം പൊതിയുന്നത്? ഇതെനിക്ക് ഇഷ്ടമല്ലെന്ന് ജ്യേഷ്ഠൻ അറിയില്ലേ? അറിയാം, ഇംഗ്ലീഷ് പത്രങ്ങൾ മലയാളം പുസ്തകങ്ങൾ പൊതിയാനേ കൊള്ളാവൂ, ആ യോഗ്യത അവയ്ക്കുള്ളൂ. അത് മനസ്സിലാക്കിയാണ് ഞാനിത് പൊതിഞ്ഞോണ്ട് വന്നത്. മനസ്സിലായി. പക്ഷെ ഇത്രയും പുസ്തകങ്ങൾ എങ്ങനെ ഒപ്പിച്ചു? എനിക്ക് പരിചയമുള്ള ഒരു മലയാളം വാദികരുടെ അറിവുറിഞ്ചി എടുത്തിട്ടേ തിരിച്ചു കൊടുക്കണം. കൊടുക്കാം. ജ്യേഷ്ഠൻ ജ്ഞാനമാർക്കത്തിലൂടെ ഗമിക്കാനുള്ള ലക്ഷണമാണോ? ഞാൻ നിന്നെ പോലെ മെന്റൽ അല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞാൻ വായിച്ചിട്ടില്ല, പിന്നെ ഇപ്പോ ഇതെല്ലാം നിനക്കാ. മലയാള ഭാഷയ്ക്ക് എന്റെ സഹായത്താൽ പുതിയൊരു എഴുത്തച്ഛൻ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. എഴുത്തച്ഛനോ? അതാര്? ഭാഷാപിതാവ്. അതേ മലയാളിയാണോ? ആണ്. ഈ പോക്കാണ് പോകുന്നെങ്കിൽ നീ ഏത് അച്ഛനാവുമെന്ന് ദൈവത്തിന് പോലും പ്രവചിക്കാൻ സാധിക്കില്ല. തീർച്ചയായും. എന്നാലും ജ്യേഷ്ഠന്റെ ഉദ്ദേശം എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. ഏയ്, എന്തോ ഉണ്ട്. ഒന്നും കാണാതെ മുതല കരി കയറൂല. എന്താ കാര്യം? നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്റെ മരുമോൻ വിനു ഉണ്ടല്ലോ, ഇനി മുതൽ അവന്റെ മേൽ നിനക്കൊരു കണ്ണു വേണം. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, ചെറുപ്പക്കാരനല്ലേ, ചോരയും നീരുള്ള പ്രായമല്ലേ, ഇവിടെ വന്നിട്ട് വഴിതെറ്റി പോകാൻ പാടില്ലല്ലോ. അങ്ങനെ പറയുമ്പം അവൻ എവിടെയോ വഴി തെറ്റിയിട്ടുണ്ടാവണമല്ലോ. തെറ്റിയിട്ടൊന്നുമില്ല, അങ്ങനെ വല്ല നീ കേട്ടോ? ഏയ്, ഇതുവരെ ഇല്ല. വന്നിട്ട് നോക്കുന്നതിനേക്കാൾ ഭേദം വരാതെ നോക്കുന്നതല്ലേ. ഏതായാലും ഞാൻ വന്നതിന് ശേഷം ജ്യേഷ്ഠൻ വിവരം വെച്ചു തുടങ്ങി. പേടിക്കണ്ട, അക്കാര്യം ഞാൻ ഏറ്റു. സംഗതിയൊക്കെ മംഗളമായി നടന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ എനിക്ക് സമ്മാനമായി ഹെർമൻ ഗുണ്ടർട്ടിന്റെ നിഘണ്ടു മേടിച്ച് തരുമോ? എന്ത് ഗുഡ് നൈറ്റ്? അങ്ങനെ ഒന്നുണ്ട്. വിശദമായി ഞാൻ നാളെ എഴുതരാം. ശരി ശരി, ഞാൻ കൊണ്ടുവന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും. വായനക്കിടയിൽ എന്റെ മരുമോന്റെ കാര്യം മറക്കരുത്. ജ്യേഷ്ഠൻ എപ്പോഴാ ഇവിടുത്തെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത്? യൂണിഫോം ഇട്ടോണ്ട് ഞാൻ ഇങ്ങെത്തി. പണിത്തുണി. അതെ, പണിത്തുണി ഇട്ടോണ്ട് വരട്ടെ. ഒരു മുടിഞ്ഞ മലയാളം. അച്ഛൻ വരുമ്പോഴത്തേക്കും ഞാനിത്തിരി വെള്ളം ചൂടാക്കട്ടെ? എന്താ രാത്രിയിലൊരാഗമനം? ഹലോ, വേഗം വിട്ടോ, ആ ന്യൂസ് പെൺകൊച്ചങ്ങോട്ട് വരുന്നുണ്ട്. ഞാനിവിടുന്ന് പോയിക്കോളാം. അമ്മ വെറുതെ കാര പൊട്ടിക്കല്ലേ. നിന്റെ കള്ളത്തരും എന്റെ കള്ളത്തരും എല്ലാ കള്ളത്തരും പുറത്താവും, ഞാൻ വെളിയിലും ആവും. നിനക്കതൊരു പ്രശ്നമല്ല, എനിക്കതൊരു പ്രശ്നമാണ്. ശരി അമ്മാവാ.